അതിലെനിക്ക് ഒറ്റ മറുപടിയുള്ളൂ. എന്റെ മുട്ടുകാല് തല്ലുപിടിക്കുന്നു പറഞ്ഞതിന് ഒറ്റ മറുപടിയുള്ളൂ. ഒന്ന് ചിരിപ്പിക്കാതെ പോടെ ചേർക്കാൻ. 1 വർഷം എടുത്ത് സർക്കാർ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായ സ്ഥലം തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പ്രത്യേക സ്ഥലം അന്വേഷിച്ചു പോയത്. ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം എടുത്ത് കണ്ടിട്ടു. സർക്കാർ 1 കൊല്ലം എടുത്ത് സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് പിന്നെ ഞങ്ങളെ കുറ്റപ്പെടുന്ന എന്തിനാ? മുസ്ലിം ലീഗിന്റെ പകുതിയിൽ കൂടുതൽ വീടുകൾ കൊടുത്തു കഴിഞ്ഞു. കർണാടക ഗവൺമെന്റ് ഓഫർ ചെയ്ത 10 കോടി രൂപ കൊടുത്തു. ഞങ്ങൾ സ്ഥലം വാങ്ങിച്ച് ഞങ്ങൾ സ്ഥലം മേടിച്ച് ഞങ്ങൾക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, അവർക്ക് പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ വേണ്ടല്ലേ, അത് കൊടുത്തു. എന്നിട്ട് ഈ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഔദ്യോഗിക വേദിയിൽ വെച്ച് അത് അധിക്ഷേപിക്കുന്നത് അത് നിലവാരമില്ലായ്മ. ഞാൻ അത് എന്നെ കൊണ്ട് ആ വാക്ക് ഉപയോഗിച്ച് എന്നത് ക്ഷമിക്കണം, പക്ഷെ പറയാൻ പാടില്ലായിരുന്നു. അവരത് ചെയ്തത് വളരെ തെറ്റായി. അത് തിരുത്തി പറയണം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി. തീർച്ചയായിട്ടും ആർക്കറിയാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ അവിടുത്തെ MLA എന്നിട്ട് അവിടുത്തെ സ്ത്രീകൾ വന്ന് MLA-യോട് പറഞ്ഞു ഇവിടെയുള്ള ദുരിതബാധിതരല്ല ഇത് ചെയ്തത്, ഇത് പുറത്തുനിന്ന് വന്ന ആളുകൾ, ഇതിന് വേണ്ടി കൊണ്ടുവന്ന ആളുകളാണ് ഇത് ചെയ്തതെന്ന് അവിടെയുള്ള സ്ത്രീകൾ തന്നെ പറഞ്ഞു. അവിടെ ഉള്ളവരല്ല, പുറത്തുനിന്ന് കൊണ്ടുവന്ന ആളുകൾ. ചെയ്യാമോ? ഒരു ഔദ്യോഗിക പരിപാടിക്ക് ചെയ്യാമോ? അല്ലല്ല, നിങ്ങൾ ആദ്യം മര്യാദയായിട്ട് സംസാരിക്കും. അല്ലല്ല, മാധ്യമപ്രവർത്തകർ ദേശാഭിമാനിയാണെന്ന് പറഞ്ഞാലും മര്യാദയോടുകൂടി സംസാരിക്കണം. മര്യാദയായിട്ട് സംസാരിച്ച് ചോദിച്ചാൽ പറയില്ല, ഞാൻ പറയില്ല. വേറെ ആരെങ്കിലും ചോദിക്കാന്നേ പറയാം. വേറെ ആരെങ്കിലും സംസാരിക്കാൻ പറയാം. വേറെ ആരെങ്കിലും സംസാരിക്കും. വേറെ ചോദ്യം ചോദിക്കാന്നേ പറയാം. അല്ല, തീർച്ചയായിട്ടും പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അധിനിവേശത്തിന് സമാനമായ ആക്രമണങ്ങളാണ്. പഴയ ഒരു സാമ്രാജ്യത്വ കാലഘട്ടത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. മാത്രമല്ല, പഴയ കാലത്ത് യുദ്ധം നടക്കുന്നത് പോലെ അല്ല ഇപ്പോ എവിടെയെങ്കിലും യുദ്ധം നടന്നു കഴിഞ്ഞാൽ അത് വ്യാപകമായി ലോകം മുഴുവൻ ബാധിക്കുന്ന തരത്തിൽ അത് മാറും. എല്ലാ ആളുകളെയും, ഉക്രൈനിൽ നടന്ന യുദ്ധം പോലും പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു. അപ്പൊ ഇത് ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ഇടപെടലുകൾ ഇതിനകത്ത് നിലപാടും വേണം ഗവൺമെന്റുകൾ. അതായത് കേസുകൾ നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ജീപ്പ്, പോലീസ് ജീപ്പ് മുൻപിൽ കയറി ഗുണ്ടകളെ പോലെ ഒരു കാറ് കൊണ്ടുവന്ന് തടുത്തിട്ട് കേട്ടാൽ അടയ്ക്കുന്ന ഭാഷയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ് ഗുണ്ടകളെ പോലെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആത്മവീര്യം ചേർക്കുന്ന തരത്തിൽ കേട്ടാൽ അടയ്ക്കുന്ന തെറികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുരോഗമന ആശയക്കാരാണ് ഇവരെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുകയും പ്രകടനങ്ങളിലെ മുദ്രാവാക്യങ്ങൾ, കവിത തുളുമ്പുന്ന മുദ്രാവാക്യങ്ങളും ഈ പോലീസിനെ തലത്ത് നിർത്തി പറയുന്ന വാക്കുകൾ എല്ലാവരും കേട്ടതാണ്. എത്രമാത്രം കേരളത്തിലെ CPM അധപ്പതിച്ചിരിക്കുന്നു. അത് ഭരണം കയ്യിലെടുത്തിട്ട് അണികൾ അമ്മാനമാടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വളരെ ഗൗരവത്തോടുകൂടി നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് എടുക്കുന്നു, എന്ത് പറയുന്നു എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സഹകരണ മേഖലയിൽ ഒരു കോർപ്പസ് ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതായത് നിക്ഷേപകർക്ക് ഗ്യാരണ്ടി കൊടുക്കണം. നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്കുകളിലും നാഷണലൈസ്ഡ് ബാങ്കുകളിലും നിക്ഷേപകർക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഇവിടെ ഉള്ളത് 10 ലക്ഷം രൂപ വരെയാണ് പരിധി നിശ്ചയിച്ചിട്ടില്ല. അത് ലിക്വിഡേഷൻ സ്റ്റേജിലേ കിട്ടുള്ളൂ. ലിക്വിഡേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 110 വരെ എപ്പോഴാണ് കിട്ടുന്നതെന്ന് യാതൊരു ഇതുമില്ല. ഇത് അങ്ങനെയല്ല. ഡിപ്പാർട്ട്മെന്റ് ഒരു ബാങ്ക് പ്രശ്നത്തിലായി, പ്രതിസന്ധിയിലായി, ആ ബാങ്കിന് അവിടുത്തെ നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ചെയ്യുന്ന ആ സമയത്ത് മുതൽ നിക്ഷേപകരുടെ ഗ്യാരണ്ടി കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പെൻഷൻ കിട്ടിയിരിക്കുന്ന പൈസ, മകളുടെ കല്യാണത്തിന് വേണ്ടി ഉള്ള പൈസ, സ്ഥലം വിറ്റിട്ടിരിക്കുന്ന പൈസ, ഇങ്ങനെയൊക്കെയുള്ള പൈസയാണ് ആളുകളുടെ ജീവിതത്തിലെ ഏക സമ്പാദ്യമാണ് കിടക്കുന്നത്.
ആ സമ്പാദ്യം നഷ്ടപ്പെടുന്ന രീതി വന്നാൽ സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകരും. ഇപ്പൊ തകർന്നിരിക്കുകയാണ്. മാത്രമല്ല, സഹകരണ മേഖല തകർന്നാൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് വളരെ ഗൗരവതരമായ ആഘാതം ഏൽപ്പിക്കും. അതുകൊണ്ട് ഈ കട്ടെടുത്ത ആളുകൾക്ക് ജയിലിൽ വിടണം. അവർക്കെതിരായിട്ട് അതിശക്തമായ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണം. അല്ലാത്ത കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നടപടി നൽകണം. അത് ഔദ്യോഗിക പരിപാടിയല്ല, ഡിവൈഎഫ്ഐ സെക്രട്ടറി അല്ലല്ലോ അത് ചെയ്യുന്നത്. ഔദ്യോഗിക പരിപാടി ഗവൺമെന്റ് ക്ഷണിച്ചിട്ട് വരുമ്പോൾ ഡിവൈഎഫ്ഐ നേതാവ് അല്ല അത് ചെയ്യുന്നത്. അവിടെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ എഴുന്നേറ്റ് നിന്ന് എല്ലാവരും നിശബ്ദരായിരിക്കണം. MLA ഇവിടുത്തെ പ്രധാനപ്പെട്ട ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോഴും അദ്ദേഹം എഴുന്നേൽക്കുമ്പോഴും ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്നത് ശരിയല്ല. ഞങ്ങളാണേ പറയും, അല്ലാത്ത ആളുകൾ പുറത്തു പോകണമെന്ന് പറയും. മുഖ്യമന്ത്രി അത് പറയാൻ മടിയുള്ള ഒരാളല്ല. ഞാനാണെങ്കിൽ പറയും, ഉറപ്പായിട്ട് പറയും. നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ, ചില മീറ്റിങ്ങുകളിൽ ആളുകൾ ആ യോഗത്തിന്റെ അന്തസ്സിന് ചെയ്യാത്ത രീതിയിൽ സംസാരിച്ചാൽ നിങ്ങൾ മിണ്ടരുത്, സംസാരിക്കരുതെന്ന് പറയും. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പറയും, ഇല്ലേ? ഇത് ഒരു ഔദ്യോഗിക പരിപാടിയാണ്, ഒരു MLA ആണ്, ഒരു ജനപ്രതിനിധിയാണ്. അതിന് ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും അധിക്ഷേപിക്കാമല്ലോ, അത് ശരിയല്ല. നിങ്ങൾ ഒരാൾ സംസാരിക്കല്ലേ? അല്ലല്ല, അത് അവിടെ വന്ന ആളുകളെ നിയന്ത്രിക്കണമായിരുന്നു. അവിടെ പാർട്ടി അതിന്റെ ആ ഗൂഢാലോചനയുടെ പുറകിലുണ്ട്. CPM ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. റവന്യൂ മന്ത്രി അദ്ദേഹം അത് പിൻവലിക്കണം. അദ്ദേഹം കല്ല് കയറ്റി വെച്ചിട്ട് പോകുന്നവരെല്ലാം ഞങ്ങൾ എന്നുള്ള അധിക്ഷേപപരമായ പരാമർശം ഒരു ഔദ്യോഗിക പരിപാടിയിൽ റവന്യൂ മന്ത്രി CPIയുടെ വല്ല പൊളിറ്റിക്കൽ പരിപാടിയിൽ LDFന്റെ പൊളിറ്റിക്കൽ പരിപാടിയിൽ പോയി അദ്ദേഹത്തിന് പറയാം. ഇത് ഔദ്യോഗിക പരിപാടിയാണ്. ഔദ്യോഗിക പരിപാടി അങ്ങനെ പറയാൻ പാടില്ല. ഇലക്ഷൻ ആണെന്ന് ഓർത്ത് എന്തും പറയാൻ പാടില്ല. ചില മര്യാദകൾ ചിലത് കാണിക്കുന്നത് കാണിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശല്യപ്പെടുത്തല്ലേ ദേവി? ഇവിടെ ആളുകൾ ചോദിക്കുക. നിങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല, അതിന് പറയാൻ പറ്റില്ല. അവിടെ ദുരന്തബാധിതരായിട്ടുള്ള ഒരാൾ പോലെ MLA കൂടിയിട്ടില്ലല്ലോ. അവിടെ ഇറക്കുമതി ചെയ്ത ആളുകളാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്. ഇറക്കുമതി ചെയ്ത പാർട്ടിക്ക് ആ ഗൂഢാലോചനയിൽ പങ്കുണ്ട്. ഗവൺമെന്റ് അതിന് കൂട്ടുനിന്നു, മന്ത്രിമാരും മുഖ്യമന്ത്രിയും. അതാണ് പ്രശ്നം. അല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം അല്ലല്ലോ അത് പറയേണ്ട, അദ്ദേഹത്തിന്റെ പരിപാടി അല്ലല്ലോ. DYFIയുടെ പരിപാടിക്ക് ക്ഷണിച്ചിട്ട് MLA പോയതല്ലല്ലോ, ഗവൺമെന്റ് പരിപാടിക്ക് പോയത്. തീർച്ചയായും. പക്ഷെ അത് ആ പരിപാടിയുടെ ഗ്രേസ് കളഞ്ഞു. ആ പരിപാടിക്ക് കിട്ടേണ്ട ഒരു ഗ്രേസ് ഉണ്ട്. നമ്മൾ ഒരാളുകൾ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് നമ്മൾ വീട് പണിത് കൊടുക്കുന്നു. ആ വീട് പണി എല്ലാവരും കൂടി സഹായിക്കും. ഞങ്ങളുടെ അടക്കം പൈസ ഉണ്ട്, എന്റെയും വിഷ്ണുവിന്റെ ഒക്കെ പൈസ ഉണ്ട്. ഞാൻ 1 ലക്ഷം രൂപ കൊടുത്താണ്, എല്ലാവരും പൈസ കൊടുത്താണ്. എല്ലാവരുടെയും പണമുണ്ട്, നാട്ടിലുള്ള ആളുകളുടെ എല്ലാവരുടെയും പണമുണ്ട്, കർണാടക ഗവൺമെന്റിന്റെ ഉൾപ്പെടെ പണമുണ്ട്. ഇതെല്ലാം ചെയ്ത് ഒരു നല്ല കാര്യമല്ലേ ഒരു വീട് കൊടുക്കുക എന്ന് പറയുമ്പോൾ. ആ പരിപാടിയുടെ ഗ്രേസ് സർക്കാർ തന്നെ കളഞ്ഞു, അത്രയേ ഉള്ളൂ. അവർ തന്നെ ആ പരിപാടി വഷളാക്കി. അതിനെനിക്ക് ഒറ്റ മറുപടിയുണ്ട്. എന്റെ മുട്ടുകാല് വെല്ലുവിളിക്കുന്നു, അതിന് ഒറ്റ മറുപടിയുണ്ട്. ഒന്ന് ചിരിപ്പിക്കാതെ പോടെ ചേർക്കാതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.